കാപട്യമേ നിന്റെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണയ്ക്കുന്നതിൽ ബഹളമുണ്ടാക്കിയ മുഖ്യമന്ത്രി SDPയെയും PDPയെയും LDF-ന് നൽകുന്ന പിന്തുണയെക്കുറിച്ച് ഒന്നും പ്രതികരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി NH66 ആണങ്കൂർ, കാസർഗോഡ്. വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയ മുഖ്യമന്ത്രി ഇപ്പൊ SDPയുടെ പിന്തുണയെക്കുറിച്ചും PDPയുടെ പിന്തുണയെക്കുറിച്ചും RSSന്റെ പിന്തുണയെക്കുറിച്ചും മൗനമാണ്. ഒന്നും പറയാനില്ല. മുഖ്യമന്ത്രി, നിങ്ങൾ ഈ പാർട്ടിക്കാരനാണല്ലോ, പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനം വായിക്കണം. പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞിരിക്കുന്നത് SDPI എക്സ്ട്രീം ഔട്ട്ഫിറ്റ് എന്നാണ്, തീവ്രവാദ സംഘടന എന്നാണ് CPM-ന്റെ പാർട്ടി കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി വായിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് അയച്ചുതരാം. പാർട്ടി കോൺഗ്രസിലെ ആ ഖണ്ഡിക ഞാൻ അയച്ചുതരാം. SDPI തീവ്രവാദ സംഘടനയാണെന്ന് CPM പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ച അവരുമായി കൂട്ടുചേർന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കാപട്യമോ നിന്റെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ്. പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവരോട്. പിന്നെ എന്തു പാർട്ടി കോൺഗ്രസാണ്? എന്തു പാർട്ടിയാണ്? അപ്പൊ ഇവിടെ എല്ലാ തീരുമാനവും എടുക്കും. അഖിലേന്ത്യാ കമ്മിറ്റിയൊക്കെ അതിന്റെ താഴെയാണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. BJP കണ്ടില്ലേ, ക്രിസ്മസിനും ഈസ്റ്ററിനും കേക്കുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങളിലും ബിഷപ്പുമാരുടെ വീട്ടിലും പോകും. എന്നിട്ട് ഇപ്പൊ FCRI ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ്, അമെന്റ്മെന്റ് ബില്ല്. വേണമെങ്കിൽ ആരാധനാലയങ്ങളും എല്ലാം ഏറ്റെടുക്കാം, സർക്കാരിന് ഏറ്റെടുക്കാൻ പറ്റാവുന്ന അപകടകരമായ പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള FCRI ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഇപ്പൊ അന്ന് കൊണ്ടുവന്നില്ല. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അതിനെ തിരിച്ചടിക്കുമെന്നത് കണ്ടാണ് തൽക്കാലം മാറ്റിയത്. അത് എപ്പോഴായാലും അതും വരും, ചർച്ച് ബില്ലും വരും. അപ്പൊ ഇവര് ആട്ടിൻ തോലിട്ട ചെന്നായികളെ പോലെ ഇവിടെ വന്ന് പാവങ്ങളായിട്ട് അഭിനയിച്ച് കേക്ക് കൊണ്ടേ കൊടുക്കുകയും അവിടെ നല്ല പണി ഇങ്ങോട്ട് തരികയും ചെയ്യാം. ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും വേണമെങ്കിൽ ഏറ്റെടുക്കാൻ കഴിയാവുന്ന ബില്ലിലെ പ്രൊവിഷൻ വെച്ചിട്ടാണ് FCRI ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ BJPയുടെയും സംഘപരിവാറിന്റെയും CPM-ന്റെയും എല്ലാം യഥാർത്ഥ മുഖം മൂടി ഈ തെരഞ്ഞെടുപ്പിൽ അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും. അതിശക്തമായ മതേതര നിലപാട് സ്വീകരിച്ചിരിക്കുന്ന UDF-നെ മതേതര കേരളം അംഗീകരിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല.